പൊന്നിൻ ചിങ്ങമാസം പിറന്നു. മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓണാഘോഷത്തിൻ്റെ മാവേലിയെ ഒരുക്കാനുള്ള ഓലക്കുട നിർമ്മാണത്തിൻ്റെ തിരക്കിലാണ് മാധവിയേച്ചി. വയസ്സ് 67. രാമൻ്റെയും പാറുവിൻ്റെയും 5 മക്കളിൽ 4ാമത്തെയാളാണ് മാധവിയേച്ചി. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പരമ്പരാഗതമായി കിട്ടിയ ഈ കുലത്തൊഴിൽ ഇന്നും നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു മാധവിയേച്ചി. ഈ കുടച്ചൂടി നിൽക്കുമ്പോൾ എനിക്ക് പഴയകാലത്തെ ഒരു സിനിമയാണ് ഓർമ്മ വരുന്നത്. കണ്ണൂർ ഡീലക്സ് എന്ന പ്രേമനസീറിന്റെ ഒരു ഹാസ്യ സിനിമ. അതിൽ ശങ്കരാടിച്ചേട്ടൻ കണ്ണൂർ ഡീലക്സിൽ യാത്ര ചെയ്യുന്നുണ്ട് ഈ കുടയുമായി. ഈ കുടക്കൊരു പ്രത്യേകതയുണ്ട്, ഇത് പൂട്ടാൻ പറ്റില്ല. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈ കുടയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിലെ ഒറപ്പടിയിലാണ്. ഈ കുട നിർമ്മിക്കുന്ന ആളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഒടുവിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. മാധവിയേച്ചി ഉറപ്പടി സ്വദേശിയാണ്. നോക്കാം ഈ കുടയുടെ നിർമ്മാണത്തെക്കുറിച്ച്, ഇതിൻ്റെ പിറകിലുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച്. ഈ കുട ഇന്ന് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒരു കാലത്ത് ഇത് കൃഷിക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലത്തെ കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിരുന്നതും ഈ കുട ഉപയോഗിച്ചാണ്. ഇന്ന് ഇതൊരു അലങ്കാര വസ്തുവായി മാറിയിരിക്കുകയാണ്. ഓണാഘോഷത്തിനും മാവേലിക്കും ഒക്കെ വേണ്ടിയാണ് ഇന്ന് ഈ കുട പ്രധാനമായി ഉപയോഗിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിലുള്ള ഒറപ്പടി ദേശത്ത് താമസിക്കുന്ന മാധവിയേച്ചിയാണിത്. ചിങ്ങം പിറന്നാൽ ഓലക്കുട നിർമ്മാണത്തിൻ്റെ തിരക്കിലാണ്. കാരണം മാവേലിക്ക് ചൂടാൻ ഓലക്കുട നിർബന്ധമാണ്. നിർമ്മാണത്തിന് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഓലയും മുളയും കിട്ടാനില്ല. 3 ദിവസം വേണം ഒരു കുട നിർമ്മിക്കാൻ. എങ്കിലും ഒരു പഠിച്ച തൊഴിൽ കളയാൻ മനസ്സനുവദിക്കുന്നില്ല. അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ ജോലി ഇന്നും ഒരു മടി കൂടാതെ ചെയ്യുന്നു ഈ 67 ഇരിക്കുന്ന ആളാണ് ഈ കുട നിർമ്മിക്കുന്നത്. അവരുടെ പേര് മാധവിയേച്ചി. അതെ, മയിൽ പഞ്ചായത്തിലെ ഒറപ്പടിയിലാണ് സ്വദേശം. എങ്ങനെയാണ് ഈ കുട നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പിറകിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ തുടക്കം. ആദ്യം ഉണ്ടാക്കുന്നത് നമ്മളതാ ആദ്യം ഉണ്ടാക്കുന്നത് ഇല്ലി ഇങ്ങനെ 12 ഇല്ലി വേണം. ഇത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഇല്ലി തുടക്കുക, വളയിൽ തുടക്കുക, കുഴിവളയിൽ തുടക്കുക, എല്ലാം കൂടി ആക്കുക. എന്നിട്ടാകുമ്പോൾ ഇതിന് 12 ഇല്ലി വേണം. ആകെ വേണ്ടത് 12 ഇല്ലി. 12 ഇല്ലിൻ്റെ അകത്തിന് അത് 3 നന്നാക്കി 4 സൈസിൽ വെക്കുക. ഇത് അതിൻ്റെ ഇതാണ് കെട്ട് വരുന്നത്. ഈ കെട്ടാണ്. ഈ നൂല് നമ്മൾ സാധാരണ നൂലാണോ? സാധാരണ പൈസക്ക് വാങ്ങുന്ന നൂല് തന്നെ, പക്ഷെ ഒരു തടിച്ച നൂല് പോലെ. തടിച്ചത് തന്നെയാണ് വാങ്ങോ. മറ്റേ നായരാ കിട്ടും. ഇപ്പൊ നായര കിട്ടാനില്ല. ഇത് കിട്ടും. എന്നിട്ട് വയ്യ ഇത് പിന്നെ ഈ കാല് പല്ലെടുക്കണം. കാലിന്റെ പല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് ഇങ്ങനെ ആക്കണം. അത് കാല് പിന്നെ വെള്ളത്തിലിട്ട് പിന്നെ പുതിർത്ത് ചൂടാക്കി അത് കാലിങ്ങനെ പിന്നെ ഇങ്ങനെ ഇട്ടായി ആക്കി അതിന് അങ്ങനെ ഇതെല്ലാം ആക്കിയിട്ട് നോക്കുമ്പോൾ പല്ലെടുത്ത് അത് കടിപ്പിക്കുക. എന്നിട്ട് പിന്നെ കാലിന് ഇത് ചൊറക്കുക. ഈ ചൊറ, ആ ചൊറ എന്ത് ഉപയോഗിച്ച് ചെയ്യുന്നത്? അത് പിന്നെ മറ്റ് പിന്നെ ഈ കുടേൻ്റെ വെള്ളം എടുക്കും. ഇപ്പം അത് നന്നാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു തരം വെള്ളി എടുക്കുക. അപ്പം അത് കാലാകാലം നിലനിൽക്കും, ഒന്നും നശിച്ചൂല? ഒരിക്കലും നശിക്കൂല. ഓക്കെ. പിന്നെ ഈ നിങ്ങളെ ഈ പിടി പല വണ്ണത്തിലുണ്ടാവില്ലേ? ആ കുടേൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാ? കുടേൻ്റെ വലിപ്പത്തിന് ഇത് വേറെ സൈസ്. അപ്പൊ ഇതിന്റെ ഇല്ലിയും 12 തന്നെയാണോ? അല്ല, ബെല്ല കൂടെയാകുമ്പോ ഇല്ലിന്റെ എണ്ണം കൂടൂലേ? 12 തന്നെ. ഇല്ലി അടുപ്പിക്കാൻ വേണ്ടി ഇതിന്റെ ഇടയ്ക്കേ കൂടെ നമ്മൾ ഇടയിലിടും. ഇതിനടക്കേ കൂടെ ആ വളച്ച് കെട്ടിയത് കൂടുതലിടും. ബെല്ല കൊടയാണെങ്കിൽ ചെറുതിനൂടും നല്ല സ്റ്റൈലിന് വേണ്ടിട്ട്. പക്ഷെ മറ്റേത് 12 തന്നെ. 12 ഓക്കെ. മറ്റേ 12 24 പേറിയാകും. 4 പേറിയാകുമ്പോ ഇങ്ങനെ വളച്ചതായത് ഇപ്പൊ ഇങ്ങനെ ഇത്രപ്പോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് വരും. പിന്നെ എന്നിട്ട് ഇവിടെ വരും. എന്നിട്ട് പിന്നെ കുഴിക്കും. നിങ്ങൾ എത്ര വയസ്സിൽ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്? 10 വയസ്സാകുമ്പോൾ തുടങ്ങി. അല്ല, നിങ്ങൾ അമ്മ ഇത് ചെയ്തിട്ടുണ്ടായിനാ? അമ്മ, അച്ഛൻ എല്ലാരും ഇത് കണ്ടാ നിങ്ങൾ വളർന്നേ? അപ്പൊ അവർ ചെയ്യുന്ന കണ്ടിട്ടാണോ നിങ്ങളും പഠിച്ചത്? കണ്ടിട്ട് പഠിച്ചാണ്. അമ്മ പഠിപ്പിച്ചിട്ടൊന്നുമില്ല? ആര് പഠിപ്പിക്കാൻ? അമ്മ ചെറുപ്പത്തിലേ മരിച്ചത്. പിന്നെ അച്ഛനല്ലേ നോക്കിയിട്ട് പഠിക്കും. ആദ്യം നമ്മള് ഇങ്ങനെ ആ കൊടുക്ക പോലെ ഇത് ഇല്ലി തുടച്ചു കൊടുക്കും, പിന്നെ ഈ വളയിൽ തുടച്ചു കൊടുക്കും. അങ്ങനെ ഓരോന്ന് തുടങ്ങുകയും പിന്നെ ഓല വെള്ളി പൊടിക്കും. ഓല അതാ തേച്ചിട്ടതാണ്
ഈ ഓല ഓല തെരച്ചിട്ട് തെരയോടി ഉണ്ട് ഇപ്പൊ ഒന്നും കൂടി തെരച്ചു ആ ഓല തെരക്കും. ഈ കൊടയോലന്റെ പന വേറെ തന്നെയാ? ആ പന അതെ തന്നെ. നമ്മൾ ഈ നാട്ടിലിവിടെ കിട്ടാനുണ്ട് അത്? നാട്ടിലങ്ങനെ ഓരോ സ്ഥലത്തെല്ലാം ഉണ്ടപ്പോ. ഇതാരെങ്കിലും കൊണ്ടെത്തുന്ന സാധനങ്ങള്? ഞാൻ തന്നെ പോകും. ആരെങ്കിലും പറഞ്ഞാൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാല് കൊല്ലത്തിന് കൊത്തുന്ന അത് തകർത്ത് വരും. വീടിന്ന് അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ ഓല ഓടിയൊന്നും കിട്ടും. ഞാൻ എൻ്റെ ഏച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് മട്ടന്നൂരിന്നും പോകണം, മരുതായി ആടന്നും പോകണം. ഒരു ദിവസം എത്ര കൊട? 2-2.5 ദിവസം പോണ ഒരു കൊട ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ അതിനനുസരിച്ചുള്ള വേതനം കിട്ടുന്നില്ല. ഇല്ല, വേതനം കുറച്ച് കൂട്ടണം അല്ലേ? നമുക്കൊന്നുമില്ലെങ്കിൽ ഒരു മിനിമം 1500 കിട്ടണം. അത് ഓരോരുത്തർ ഒരു കൊടേന്റെ മുകളിൽ ആ പൈസ കിട്ടിയാല് പിന്നെ ചില ആള് സന്തോഷിച്ചിട്ട് തരുന്നുണ്ട്. സന്തോഷിച്ച് ഞാൻ പറഞ്ഞ ഓരോരുത്തർ കൊണ്ടുപോകുമ്പോൾ തരും. ഇത് കുത്താണി അല്ല, ഇത് പിന്നെ ഇത് പറ്റ്. ഇത് കുത്താണി കോരി. ഓലയും മുളക്കും പുറമെ പറ്റ്, കുത്താണിക്കോല്, ബള്ള് എന്നീ അസംസ്കൃത വസ്തു വേണം ഈ കുടയുണ്ടാക്കാൻ. ഇതിന്റെ അസംസ്കൃത വസ്തു ശേഖരിക്കലാണ് പാട്. അത് ഇന്ന് ലഭ്യത കുറഞ്ഞു വരികയാണ്. പുതിയ തലമുറയാണ് ഈ തൊഴിൽ പഠിക്കുന്നുമില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. ഓല കൊണ്ടുവന്ന് പിന്നെ ഒരു വെയിൽ, നല്ല വെയിൽ കൊള്ളണം. 3-4 വെയിൽ കൊള്ളണം. അതായത് പച്ച നമ്മൾ കൊത്തിയിട്ട് കൊണ്ടുവരാ. പച്ച അപ്പൊ പനയുമ്പോ കണ്ണീടില് വലിയ കുടപ്പന കാണുന്നില്ല. അതിങ്ങനെ നമ്മൾ കൊത്തി പിന്നെ ഉണക്കി, പിന്നെ ഉണക്കിയിട്ട് ഉണക്കല് എന്ന് പറഞ്ഞാൽ 4 ദിവസം ഫുള്ളായിട്ട് നല്ല വേര് കൊള്ളണം. ഇല്ലെങ്കിൽ ഇതിലേശം വേര് കുറഞ്ഞു ഇറങ്ങണ്ട. ഇങ്ങനെ ഉണ്ടാവും. വേര് കൊണ്ടാലാണ് നല്ല നിറം കിട്ടുക. നല്ലതൊക്കെ ചെന്നാലും ഉണ്ട്. അന്നേരം അതിന്റെ ശരിയായ നിറം കിട്ടുക. പിന്നെ അതന്നെ എത്ര വട്ടം 4 വട്ടം അങ്ങോട്ട് അത് രാത്രി വെച്ചു പിന്നെ ഉണ്ടാക്കി അല്ലേ? കംപ്ലീറ്റ് ഉണ്ടാക്കിയ കൂടെ. ഓക്കെ. ഇത് മുക്കാൽ ഭാഗമായത്. ഇത് കാൽ ഭാഗം. ഇത് കുറേ കൊല്ലം കഴിഞ്ഞ കൊടിയാണ്. 12 കൊല്ലം ഈ കൊട, 11 കൊല്ലം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്. ഞാൻ ഉണ്ടാക്കി. എൻ്റെ മോക്ക്, എൻ്റെ മോള് പ്രസവിച്ചിട്ട് 1 വയസ്സെത്തുമ്പോൾ പിറന്നാളിന് കൊടുത്താ ഞാൻ സമ്മാനായിട്ട്. ഓക്കെ. ഓക്കിപ്പം പിന്നെ 10-11-12 വയസ്സായത്. ഇത് കൊച്ചു കുട്ടികൾക്കുള്ള ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും അവരുടെ ഇത് പേരക്കുട്ടിക്ക് 11 കൊല്ലം മുമ്പ് ഞാൻ ഉണ്ടാക്കി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഗിഫ്റ്റായി കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ സമീപിച്ചാൽ ഉണ്ടാക്കി തരാമെന്നാണ് മാധവിയേച്ചി പറയുന്നത്. നല്ല ഒരു കരകൗശല വസ്തു തന്നെയാണ് ഈ കുട. വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, മുമ്പ് നല്ല ഇതിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു നാട്ടിക്ക് വേണ്ടിയിട്ട് അല്ലേ? നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇതാ ഉപയോഗിച്ചത്. തലക്കൊടി ഇത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എടുത്തിട്ടാ പോവാ. അപ്പൊ വിറയത്ത് വെക്കണ്ടേ? കാറ്റിന് പാറിപ്പോ അന്നേരം ഓലവാറും വീടില്ല എൻ്റെ അച്ഛൻ്റെ വീട്. കുട്ടികളെ അത് എടുത്തിട്ട് വീട് വരും. പിന്നെ കൊടേൻ്റെ ഇത് പാറിപ്പോ ഓല പാറിപ്പോ അച്ഛൻ ആക്കി കൊടുക്കും. അച്ഛനും വെറും കൊട കെട്ടും. ഞാൻ കൊട തന്നെ അല്ലേ? അതിനെ കൊണ്ടാ ജീവിച്ചത്. അതിനെ കൊണ്ട് കൊട പട്ടിണി മാറ്റിയത് അതിനെ കൊണ്ടോ? കൊട കെട്ടും, പൊതി കെട്ടും. അതിന്റെ വിത്ത് പൊതി കെട്ടും. വിത്ത് പൊതി. അതും ഇത് ഈ ഓലനെ കൊണ്ടാ ചെയ്യാ. അത് വേറെ. പിന്നെ ചൂടിയും പുല്ലും അതും കെട്ടാൻ പഠിക്കണം. അതും നെല്ല് വേറെ അടുക്കടിക്കല്. അതെ, ഇങ്ങനെ നമ്മൾ തൂക്കിയിടുന്ന സാധനം അതിങ്ങനെ കെട്ടിക്കൊടുക്കുന്നു. 50 സേറ് ഒറ്റ ഇത്രയിലെ പൊതി കെട്ടും. ഇങ്ങനെ തൂക്കിയിടുന്നത് പിന്നെ അല്ല, കതിരിങ്ങനെ കെട്ടി തൂക്കിയിട്ടാണ്. അത് വേറെ. അതല്ല, അത് വേറെ. അത് നമുക്കും ആവും.
പൊതി എന്ന് പറഞ്ഞാൽ എത്രയോ കയറി വെച്ചിട്ട് കയറിൻ്റെ മേലെ പുല്ല് വെച്ചിട്ട് പുല്ലിൻ്റെ അകത്ത് നെല്ല് എറിഞ്ഞിട്ട് ആ നെല്ല് ഇങ്ങനെ കൂട്ടുമ്പോൾ ഒരൊറ്റ മണി പുറത്ത് പോകില്ല. അങ്ങനെയുള്ള വൃത്തിക്ക് പൊതി വെട്ടും. അത് നല്ല കെട്ടിയാൽ തുരന്നെടുക്കാൻ കഴിയില്ല. പണ്ടെല്ലാം അങ്ങനെ വിത്തിന് പൊതി വെക്കുക. ഇപ്പം എല്ലാം ചാക്കിൽ വായിക്കട്ടില്ല. പണ്ടത്തെ ഇതേ ഉണ്ടായിപ്പോ. പിന്നെ സീസണിലാണ് ഇതിന്റെ പണി കിട്ടുക. ഓണാഘോഷത്തിനും പിന്നെ ക്ലബിന്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അല്ല, അല്ലെങ്കിൽ ഈ പണിയില്ല. ഓക്കെ. പിന്നെ ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റും അടുത്ത കൊല്ലത്തേക്ക്? ഇക്കൊല്ലം എടുത്ത് അല്ല, അതിനൊന്നും പഴക്കൊന്നും സംഭവിക്കൂലല്ലോ? എത്രയോ കൊല്ലായി. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ഓർഡർ പ്രകാരമാണല്ലോ ഉണ്ടാക്കി കൊടുക്കല്. കാരണം സൂക്ഷിക്കാനുള്ള സ്ഥല സൗകര്യത്തിന്റെ വിഷമം, സ്ഥലമില്ല. അതെ. അപ്പൊ ആരെങ്കിലും ഇത് കുടേന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ ചേച്ചിയായിട്ട് ബന്ധപ്പെടാം. ചേച്ചിന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരും ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണത്തുമ്പി. മാവേലിയെ അണിയിച്ചൊരുക്കാനുള്ള കുട തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മാധവിയേച്ചി പുതിയ കുട നിർമ്മിക്കുന്ന തിരക്കിലും. കണ്ണൂർ ഷറഫ് എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു അഡ്വാൻസ് ഓണാശംസകളോടുകൂടി ഇന്നത്തേക്ക് വിട.